നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു തൊടുകുറി വീഡിയോ ആണ്. ഇന്നത്തെ തൊടുകുറി ഫലങ്ങൾ പറയാനായിട്ട് ഞാനിവിടെ 2 ദൈവിക ചിത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ തൊടുകുറിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നത് ചില സന്ദേശങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടതായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ തൊടുകുറി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അത് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇന്നത്തെ തൊടുകുറി ഫലങ്ങൾ പറയാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നാമതായിട്ട് ഗുരുവായൂരപ്പന്റെ ചിത്രവും രണ്ടാമതായിട്ട് മഹാലക്ഷ്മി ദേവിയുടെ ചിത്രവുമാണ്. ഈ 2 ചിത്രങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു ആശങ്കയുണ്ടാവും, ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ഏകാഗ്രമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങൾ ഭഗവാന്റെ നാമം ജപിക്കുക. ഓം നമോ നാരായണായ, ഓം മഹാലക്ഷ്മിയെ നമഃ. ഈ 2 നാമവും ജപിച്ചതിന് ശേഷം കണ്ണുകൾ അടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകലവിധ ദുഃഖ ദുരിതങ്ങളും ഇല്ലായ്മ ചെയ്ത് ജീവിതത്തിലേക്ക് എല്ലാ സന്തോഷങ്ങളും കടന്നു വരാനും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ കൈവരിക്കാനും ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങളും അനുഭവിക്കാനുള്ള യോഗമുണ്ടാവാനും ഭഗവാനോടും ദേവിയോടും പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായിട്ട് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച ശേഷം കണ്ണുകൾ പതിയെ തുറക്കുന്ന സമയത്ത് ഈ ഒരു ചിത്രങ്ങളിൽ ഏതിലേക്കാണോ നിങ്ങളുടെ മനസ്സ് ചായുന്നത് ആ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഈ പറഞ്ഞത് പ്രകാരം തന്നെ നിങ്ങൾ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഇവിടെ പറയുന്ന ഫലങ്ങൾ കൃത്യമായിട്ട് വരികയുള്ളൂ. തീർച്ചയായിട്ടും 100% കൃത്യമായിട്ടുള്ള ഒരു തൊടുകുറിയാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ എല്ലാവരും ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമുക്കിന്ന് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ഗുരുവായൂരപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് ആദ്യം തന്നെ പറയുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് മനസ്സ് അസ്വസ്ഥമായിട്ടുള്ള ഒരു രീതിയിലാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതിനെല്ലാം എതിരായിട്ട് വിപരീതമായിട്ടാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. സാഹചര്യം നിങ്ങളെ വല്ലാതെ തളർത്തുന്നു എന്നതാണ് വാസ്തവം. ചിലപ്പോൾ നടക്കും എന്ന് പ്രതീക്ഷ നൽകിയതിനു ശേഷം പല കാര്യങ്ങളും ലഭിക്കാതിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. വ്യക്തതയില്ലാതെ വളരെയധികം കഷ്ടപ്പെടുന്നവരുടെ എനർജി തന്നെയാണ് നിങ്ങളിൽ കാണുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതാണ് ഈ ഒരു തൊടുകുറിയിൽ നിന്നും മനസ്സിലാകുന്നത്. കണ്ണു കെട്ടിയ പോലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. അത്തരം സാഹചര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഏത് വഴിയാണ് ശരി എന്ന് പോലും തീരുമാനിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്ര വലിയ കുഴികളിൽ വീണാലും ഭഗവാൻ നിങ്ങളെ അവിടെ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കും, നിങ്ങളെ കൈപിടിച്ചുയർത്തിയിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില ശുഭകരമായിട്ടും അശുഭകരമായിട്ടുമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എത്ര ദുഷ്കരമായിട്ടുള്ള സാഹചര്യമാണ് നിങ്ങൾ നേരിടുന്നത് എങ്കിലും ഭഗവാന്റെ ഒരു താങ്ങും തണലും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. ഭഗവാന്റെ ചില പരീക്ഷണങ്ങളായിട്ട് വേണം നിങ്ങൾ ഓരോന്നിനെയും കാണാനായിട്ട്. ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ജീവിതത്തിൽ എന്ത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങൾ മാത്രം കൂടുതൽ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അത് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് തന്നെ വന്ന് ഭവിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. കൂടാതെ ഈ സമയം പുതിയ അവസരങ്ങൾ കടന്നു വരാവുന്നതാണ്. എന്ത് തിരഞ്ഞെടുക്കണം എന്നറിയാത്ത അവസ്ഥയുണ്ട് നിങ്ങൾക്ക് എങ്കിൽ അതിൽ മാറ്റങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങൾ രൂപപ്പെടാം. ഭഗവാൻ തന്നെ നിങ്ങൾക്ക് നേരിട്ട് കാട്ടിത്തരും നിങ്ങൾ ഏതിലേക്കാണ് പോകേണ്ടത്, ഏതാണ് ശരി എന്നുള്ളത്. ഇമോഷണലി വളരെ വീക്കായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിച്ചിരിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തെ തരണം ചെയ്യാൻ നിങ്ങൾ ഒരല്പം കൂടുതൽ ആത്മവിശ്വാസം നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരേണ്ട കാര്യമാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുക.
ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ധൈര്യപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ശക്തി നിങ്ങളിൽ ഉണ്ടാകും. ജീവിതത്തിൽ ഒരുപാട് ഗുണാനുഭവങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതെല്ലാം ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സ്വന്തമായി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നൊരു വാശി നിങ്ങൾക്കുണ്ട്. അത് പലപ്പോഴും നിങ്ങളെ ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നയിച്ചു എന്ന് വരാം. അത്തരം കാര്യങ്ങളിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യം വന്നു തുടങ്ങും. ഉത്തരവാദിത്വങ്ങൾ വീതിച്ചു നൽകാനുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടു എന്ന് വരാം. അത് നിങ്ങളുടെ റിസ്ക് അല്ലെങ്കിൽ വളരെ ദോഷകരമായിട്ടുള്ള സാധ്യത, തോൽക്കുവാനുള്ള സാധ്യത, അത്തരം കാര്യങ്ങൾ കുറച്ചുകൊണ്ടുവരുവാൻ സഹായകമായി തീരും എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ സമയം നിങ്ങൾക്ക് ചില സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഏതൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടും തീരുമാനങ്ങൾ എടുക്കുവാനും പ്രാക്ടിക്കലായിട്ട് തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ജീവിതത്തിൽ രൂപപ്പെടും എന്നുള്ളത് വാസ്തവമാണ്. പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ട്. അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായിട്ട് ഭവിക്കില്ല എന്നതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം. കാരണം ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഭയം തോന്നാതെ മുന്നോട്ട് പോകുവാനുള്ള ഒരു ശക്തി തന്നെ നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യം രൂപപ്പെടും. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്കുള്ള സമയമാണ്. മുൻപ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള കർമ്മഫലങ്ങൾ, അത് നിങ്ങളുടെ നല്ല കർമ്മഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയം കൂടിയാണ്. നിങ്ങൾ വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്നും ഭാഗ്യവും സഹായവും നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം വന്നു ചേരും. ഇനി മുന്നോട്ട് എപ്രകാരം പോകും എന്ന ചോദ്യത്തിന് ഭഗവാൻ തന്നെ ഉത്തരം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അത് നിങ്ങളെ അനായാസം മുന്നോട്ട് നയിക്കുവാൻ സഹായകരമായി തീരുകയും ചെയ്യും. ഈ സമയം ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സാഹചര്യങ്ങളെ നിങ്ങൾ കൂടുതൽ അനുകൂലമായി തീർക്കേണ്ടതും അനിവാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ഗുരുവായൂരപ്പനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഫലമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മഹാലക്ഷ്മി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നമുക്കറിയാം, ലക്ഷ്മി ദേവി സമ്പത്തിന്റെ ദേവതയാണ്. എല്ലാ തരത്തിലുള്ള ഉയർച്ചയും കൊണ്ടുവരുന്ന ദേവതയാണ്. എതിർക്കുന്നവർ പോലും നിങ്ങളെ പലപ്പോഴും അനുസരിക്കുന്നതായിട്ടുള്ള സാഹചര്യം അമ്മയുടെ അനുഗ്രഹത്താൽ വന്നു ചേരും എന്നുള്ളതാണ്. കാരണം നിങ്ങളിൽ ഈശ്വര ചൈതന്യമാണ്, സമ്പൽ സമൃദ്ധിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഈ കാര്യങ്ങൾ പലപ്പോഴും പല വ്യക്തികൾക്കും മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരില്ല. ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ശക്തിയായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. മറ്റുള്ളവർ നിങ്ങളുടെ ശക്തി എന്താണ്, നിങ്ങൾ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. നിങ്ങളുടെ മുൻജന്മ ഫലത്താലോ ഈ ജന്മത്തിലെ നന്മകളാലോ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടും. ഇതും വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. സംസാര കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാനാവില്ല എന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ സമയം നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഏതൊരു കാര്യത്തിലും നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പലരും നിങ്ങളെ പല കാര്യങ്ങളിലും അകപ്പെടുത്തണം എന്ന ചിന്തയിൽ പ്രവർത്തിച്ചു എന്ന് വരാം. അത് പിന്നീടായിരിക്കാം നിങ്ങൾക്ക് ബോധ്യപ്പെടുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയതുപോലും ഒരു നിമിത്തമാണ്. അമ്മയുടെ കടാക്ഷമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചത്. ഏതൊരു കാര്യങ്ങളിലും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ അല്ലെങ്കിൽ ചിന്ത നൽകി നിങ്ങൾ മുന്നോട്ട് പോകണം. ചില വ്യക്തികൾ അത്രമേൽ നിങ്ങളെ സ്വാധീനിച്ചു എന്ന് വരാം. അതായത് ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ് അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം വന്നു ചേരാം. എന്നാൽ അതിൽ എല്ലാ കാര്യങ്ങളും ശരിയാകണം എന്നില്ല. അതുകൊണ്ട് തന്നെ അബദ്ധങ്ങളിൽ പിണയുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പ്രത്യേകം ഓർക്കണം. ഈ സമയം നിങ്ങൾ പഠനങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായിത്തീരും. ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുക എന്നത് ഏവർക്കും സാധ്യമാകുന്ന ഒരു കാര്യമല്ല. എന്നാൽ ദേവിയുടെ അനുഗ്രഹമുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് നിഷ്പ്രയാസം വന്നു ചേരുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമായി തന്നെ മാറാം. ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി ഒഴിവാക്കിയ കാര്യം പോലും ദേവിയുടെ സഹായത്താൽ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതായിരിക്കും. നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനായിട്ട് പോകുന്നത്.
അതുപോലെ തന്നെ പുതിയ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ട് തീരുന്ന ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുന്നത്. പുതിയ ജോലി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ജീവിതത്തിലെ മുൻപ് സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇനി ആ കാര്യങ്ങളെ മറന്നേക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുമാണ്. എല്ലാ കാര്യങ്ങളിലും ഒരല്പം കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുക. അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന മന്ത്രം നിത്യവും ജപിക്കുക. ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും അനുഗ്രഹവും ഒപ്പം അമ്മയുടെ ഒരു കൈകളും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും കൊണ്ടുവരികയും വീഴുന്ന സമയത്ത് താങ്ങായി പിടിച്ചു നിർത്തുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളോട് ഫലങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.